ന്യൂയോർക്കിലെ ടൈം സ്ക്വയറിലേക്ക്. ആകെ ഒരു വ്യത്യാസമുള്ളൂ മധു, ഇവിടെ രാത്രി അവിടെ പകൽ, രണ്ടിടത്തും ഒരുപോലെ ആവേശം. കേരളത്തിലെ ആവേശ കാഴ്ചകളൊക്കെ കണ്ടതാണല്ലോ, അതിനേക്കാൾ വരുന്നതാണോ അവിടുത്തെ കാഴ്ച, അതോ കേരളമാണോ മുമ്പിൽ? ഗോകുൽ, പിന്നെ നിങ്ങളെ രണ്ടുപേരും ഇവിടുത്തെ ഈ രാജ്യങ്ങളിലെ ഫാൻസ് കണ്ടു. ഗോകുലിന്റെ മെസ്സി എന്ന് പറയുന്ന ഒരു ആരാധിക ആരാന്ന് ചോദിച്ചിട്ടുണ്ട്. ഗോകുലിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ബിൽമയുടെ മെസ്സി ഇന്ന് രാത്രിയിലും മാറ്റേണ്ടി വരുമെന്നാണ് സ്പെയിന്റെ ഒരു ആരാധകൻ പറഞ്ഞത്. അത് വൈകാതെ അത് നമ്മൾ ഞാൻ ജേഴ്സി മാറ്റാൻ തയ്യാറാണ്. ജേഴ്സി എനിക്ക് എന്റെ അളവിലുള്ള ജേഴ്സി സ്പെയിന്റെ കിട്ടാത്തതുകൊണ്ടാണ്. ഉള്ളിൽ സ്പെയിനാണ്, സ്പെയിനോടൊപ്പം തന്നെയാണ്. ഞാൻ അവരോട് പറഞ്ഞേക്കാൻ കാര്യം, ഇന്ന് രാത്രി അവര് ഗ്യാരണ്ടി പറഞ്ഞിരിക്കുകയാണ് 2-0 സ്പെയിൻ ജയിക്കും. ഈ ടൈം സ്ക്വയറിൽ ആഘോഷത്തിനായിട്ട് അവർ വന്നിരിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ രാത്രിയിൽ ഒരു മഷിയിട്ട് നോക്കാൻ പോലും ഒരു സ്പെയിൻകാരൻ പോലും ഇല്ലായിരുന്നു. മുഴുവൻ അർജന്റീനയായിരുന്നു. അവരുടെ ഫാൻസും ഏതാണ്ട് 1 ലക്ഷത്തോളം ആൾക്കാരായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇത് കളി ജയിച്ചിട്ട് വരുമെന്ന് അവര് തറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ ഇപ്പോഴും ടൈം സ്ക്വയറിന്റെ അർജന്റീനക്കാരാണ് വളരെ കൂടുതലായിട്ടുള്ളത്. പതിവിലും കവിഞ്ഞ കനത്ത സുരക്ഷയാണ്. ന്യൂയോർക്ക് പോലീസ് ഏതാണ്ട് 100 കണക്കിന് പോലീസുകാരെ ഇപ്പൊ അവരുടെ മീറ്റിംഗ് ജസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ. അല്പമണിക്കൂറുകൾക്കകമാണ് ഈ ഗെയിം ന്യൂജേഴ്സിയിൽ ആരംഭിക്കാൻ പോകുന്നത്. ന്യൂയോർക്ക് നഗരത്തിൽ സെൻട്രൽ പാർക്ക്, അത് ന്യൂയോർക്ക് നഗരത്തിന്റെ നടുഭാഗത്തുള്ള ഏറ്റവും വലിയ പാർക്കിൽ 50,000-ലധികം ആൾക്കാർക്ക് വേണ്ടി വലിയ മെഗാ സ്ക്രീനുകൾ തയ്യാറായി കഴിഞ്ഞു. അതുപോലെ ടൈം സ്ക്വയറിലെ ബിൽ ബോർഡുകളിലും ഈ ഗെയിം കാണിക്കുന്നതായിരിക്കും. അതുപോലെ റോക്ക്ഫെല്ലർ സെന്റർ, അങ്ങനെ നിരവധി ഈ ഫാൻ ഈവന്റ്സുകളാണ് ന്യൂയോർക്ക് നഗരത്തിൽ നടക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തുന്നത് കൊണ്ട് തന്നെ ന്യൂയോർക്കിലും ന്യൂജേഴ്സിയിലും കഴിഞ്ഞ രാത്രി മുതൽ തന്നെ കനത്ത സുരക്ഷയാണ്. അതുകൊണ്ട് ഇനി ഏതാനും മണിക്കൂറുകൾക്കകം നമുക്കറിയാം ആരാണ് ആ കപ്പ് ഉയർത്തുക എന്ന്. മധു, കേരളത്തിൽ നിന്ന് മലയാളികളുടെ പ്രിയപ്പെട്ട പല താരങ്ങളും അവിടെ ഉണ്ട് കളി കാണാനായെന്ന് മനസ്സിലാക്കുന്നു. നടൻ മോഹൻലാൽ അടക്കം. അങ്ങനെ ആരൊക്കെയാണ് ഇവിടെ നിന്നുള്ള സെലിബ്രിറ്റികൾ അവിടെ ഈ ഫൈനൽ മത്സരത്തിൽ കളി കാണാൻ കാഴ്ചക്കാരായി എത്തിയിരിക്കുന്നത്? ഗോകുൽ, പറഞ്ഞു വന്നു കഴിഞ്ഞാൽ എന്തോ ലാലേട്ടന് അമേരിക്കയെ വല്ലാതെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. കാര്യം അദ്ദേഹത്തിന്റെ തുടരും സിനിമയുടെ ഫാൻ ഷോ, ഫസ്റ്റ് ഷോ അമേരിക്കയിൽ വെച്ചാണ് കണ്ടത്. അത് കഴിഞ്ഞ് മമ്മൂക്കയും ഒപ്പമുള്ള ആ സിനിമയുടെയും ഫസ്റ്റ് ഷോ അമേരിക്കയിൽ വെച്ചാണ്. ഇപ്പോൾ വീണ്ടും ഫിഫ കപ്പിന്റെ ഫൈനലിനായിട്ട് മോഹൻലാൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തോടൊപ്പം സ്റ്റീഫൻ ദേവസി, കേരള ഫുട്ബോളിന്റെ അഭിമാനമായ IM വിജയൻ, ഫഹദ് ഫാസിൽ, അങ്ങനെ ഒരു വലിയ താരനിര തന്നെ ഇന്ന് ഗാലറിയിൽ കാണാം. ഭാഗ്യമുണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്ക് അവരെ സ്ക്രീനിൽ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവരെന്തെങ്കിലുമൊക്കെ ആക്ഷൻ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ക്യാമറ കണ്ണുകളിൽ ഒരുപക്ഷെ പതിയാൻ സാധ്യതയുമുണ്ട്. ഗോകുൽ, തീർച്ചയായും. അവസാനമായി മജുചേട്ടന്റെ ഒരു പ്രതീക്ഷയും സ്കോറും ഒന്ന് പറയാമോ? ഞാൻ പറയുന്നതെല്ലാം ഓപ്പോസിറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ 2 കളറിലുള്ള വെനിനും എടുത്തിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് ഇവിടെ അടി നടക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോ നമ്മള് അന്നേരം ജയിക്കുന്ന പാർട്ടിയുടെ കൂടെ ആ സമയത്ത് ഞാൻ ആ ജേഴ്സി ഇട്ടുണ്ടായിരിക്കും. ഗുഡ് മോർണിംഗ് ഷോയില് പറഞ്ഞൊരാളെ തോപ്പിക്കുവാണെങ്കിൽ ആരെയാണ്? മെസ്സി തീർച്ചയായിട്ടും ഒരു നല്ല യാത്രയപ്പ് ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്റെ ഇളയപ്പോൾ 12 വയസ്സേ ഉള്ളൂ. ഇവിടുത്തെ ജൻസി കുട്ടികളെല്ലാം അർജന്റീന, ഫിഫ, അതുപോലെ മെസ്സി, ഈ 3 പേർക്കും എതിരായിട്ടുള്ള ഒരു വളരെ തീവ്രമായ നിലപാടാണ് എടുക്കുന്നത്. പക്ഷെ അമേരിക്കയുടെ നല്ലൊരു ഭൂരിപക്ഷവും അർജന്റീനക്കാരാണ്. ഈ അർജന്റീനക്കാരെ കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. ചെറിയ കച്ചവടം ഒക്കെ ചെയ്യുന്നവരും ഒക്കെ $6,000-7,000 ടിക്കറ്റിന് കൊടുത്ത് അവർ അർജന്റീനയിൽ നിന്ന് കൂട് പൊട്ടിച്ച് ഇവിടെ എത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ആ ഫുട്ബോളിന് വേണ്ടി എത്ര രൂപ മുടക്കാനും അവർ തയ്യാറാണ്. നിരവധി അർജന്റീനക്കാരുമായിട്ട് സംസാരിച്ചു. നമ്മളൊക്കെ വിചാരിച്ചു വലിയ കാശുകാരായിരിക്കും. അല്ല, സാധാരണ കുടുംബത്തിൽ നിന്ന് അവർ സ്വരൂപിച്ച പണവുമായിട്ട് അവരുടെ മെസ്സി കപ്പ് ഉയർത്താൻ സാധിക്കുമെന്ന് കാണാനായിട്ട് ഈ ടൈം സ്ക്വയറിലും അതുപോലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലും അർജന്റീനയുടെ സാന്നിധ്യമായിരിക്കും ഏറ്റവും വലുതായിട്ടുള്ളത്. ശരി, ന്യൂയോർക്കിലെ ടൈം സ്ക്വയറിൽ നിന്നാണ് മധു കൊട്ടാരക്കര വിവരങ്ങൾ നൽകിയത്. അതാണ്, ലാറ്റിൻ അമേരിക്കൻ രാജ്യമാണ്, സമ്പന്നമായി വളരെ സമ്പന്നരുള്ള സ്ഥലമൊന്നുമല്ല. പക്ഷേ ഇംഗ്ലണ്ടിനെതിരായ മത്സരം കണ്ടോ? ഗ്രൗണ്ട്, സ്റ്റേഡിയം മുഴുവൻ ഇംഗ്ലണ്ടിന്റെ ദേശീയ ഗാനം പോലും പുറത്തു വരാൻ പറ്റാത്ത രീതിയിലുള്ള ആൾക്കൂട്ടവും ബഹളവും ഉണ്ടായിരുന്നു. ആ വലിയ ബഹളം, അത്ര അധികം ആളുകൾ അർജന്റീന ഫാൻസ് അവിടെ എത്തിയെന്നതിന്റെ തെളിവ് തന്നെയായിരുന്നു. അപ്പൊ ഇന്നത്തെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ മൊത്തത്തിൽ ഒരു അർജന്റൈൻ വേവ് ആയിരിക്കും എന്നുള്ള ഉറപ്പാണ്. കാരണം അത്രയും
ആളുകൾ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അർജന്റീനക്കാർ, അർജന്റീന ആരാധകർ. നമ്മളിപ്പോൾ കാണുന്ന ടൈം സ്ക്വയറിൽ നോക്കിയാൽ തന്നെ അവിടെ മുഴുവൻ അർജന്റീന ജേഴ്സി ഇട്ട ആളുകളും പിന്നെ കുറച്ച് പോലീസുകാരും പട്ടാളക്കാരും അതിൽ മാത്രമാണ്. കുറച്ച് രണ്ട് സ്പെയിൻകാരെ എങ്ങനെയാണ് മധുചേട്ടൻ കണ്ടുപിടിച്ചതെന്നത് അത്ഭുതം തോന്നുന്നു. അവരുടെ അഭിപ്രായം പറഞ്ഞു. എന്തായാലും ഗൂഗിളിന്റെ നമ്പറൊക്കെ കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഇനി രാജ്യാന്തര തലത്തിലായിരിക്കും സ്പെയിനിൽ നിന്നുള്ളൊരു സ്പാനിഷ് പഠിക്കേണ്ടി വരും. ഓക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.